ഇത്തരം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം വേദയും വിക്രമും പരസ്പരം നേരിൽ കാണുന്ന അടിപൊളി എപ്പിസോഡാട്ടോ. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്ന വേദ വിക്രമിനെ റോഡരികിൽ തല്ലുണ്ടാക്കുന്നത് കണ്ടെങ്കിലും വിക്രമിന് ഇതുവരെ വേദയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവൾ എവിടെയാണെന്ന വേദന വിക്രമിന്റെ ഉള്ളിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ വേദയെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിക്രമിന്റെയും സുധാകരൻ മാഷിന്റെയും ആ ഒരു ജീവിതം. അങ്ങനെ ഇരിക്കെയാണ് തരുൺ മോളുടെ ബോഡി ഗാർഡനായിട്ട് ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ആൻഡ്രൂ സ്റ്റാർ വിക്രമിനെ വിളിക്കുന്നത്. ഒടുവിൽ അച്ഛൻ്റെ സമ്മതവും വാങ്ങി വിക്രം അവിടേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പേ ആൻഡ്രൂസ് തരുണിനെ വിളിക്കാണ്. നീ പറഞ്ഞ ഒരാൾ റെഡി ആയിട്ടുണ്ട്, മോൾക്ക് പറ്റിയ ഒരാളാണ് ബോഡി ഗാർഡായിട്ട്. അല്ല, വല്ല ഉടായ്പ കേസൊന്നുമല്ലല്ലോ സാറേ? അങ്ങനെയുള്ള ഒരാളെ ഞാൻ തരുൺ സാറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടോ? നല്ല പയ്യനാ, കുറച്ചു കാലം ജയിലിലുണ്ടായിരുന്നു. ജയിലിലോ? അതെ, ജയിലിൽ തന്നെ. കാരണം അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലായിരുന്നു ജയിലിൽ ശിക്ഷ അനുഭവിച്ചത്. 5 വർഷം അവൻ അവിടെ തടവ് പുള്ളിയായിരുന്നു. ആ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവനെല്ലാം പഠിച്ച് വിക്രമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആ സമയം തരുണ്, എന്നാൽ അത് തന്നെ മതി, തൻ്റെ മകൾ സുരക്ഷിതമായിട്ട് നാട്ടിലുണ്ടാവണം. വീക്കെൻഡിൽ ഒരിക്കൽ മാത്രമേ ഞാനും വേദയും നാട്ടിലേക്ക് വരൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം വേദ തരുണിൻ്റെ ഭാര്യയായിട്ട് തെറ്റിദ്ധരിക്കാനട്ടോ. അങ്ങനെ തരുൺ വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇനി ഒന്നും പേടിക്കേണ്ട, മോളെ നോക്കാൻ ഒരു ബോഡി ഗാർഡിനെ വെച്ചിട്ടുണ്ട്. ബോഡി ഗാർഡോ? വേദ ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ അവളെ സ്കൂൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവളെ കൂടെ പുറത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വീക്കെൻഡിൽ ഒരിക്കൽ മാത്രമല്ലേ നമ്മൾ നാട്ടിലേക്ക് വരുള്ളൂ. അതൊന്നും വേദക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എന്നാലും ഇവിടെ വേദ ഒന്നും പറയണ്ട, എൻ്റെ മോളുടെ സുരക്ഷിത അത് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വിക്രം വരാമെന്ന ഒരു ധാരണയിലായെത്തിയിട്ടുണ്ടാവും കേട്ടോ. ആ സമയം തരുണ് മോളോട് പറയും, മോളെ നിന്നെ നോക്കാൻ ഒരു അങ്കിള് വരും, മോള് അയാളുടെ കൂടെ നിൽക്കണേ, കുറുസുതിയൊന്നും കാണിക്കരുത്. മോള് സ്കൂൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ആ അങ്കിള് കൂടെ ഉണ്ടാവും. ശരി അച്ഛാ. ഇത് വേദക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വേദ തൻ്റെ റൂമിൽ പോയി താൻ അന്ന് ചെയ്ത് വലിയ അബദ്ധമായി പോയോ എന്ന് ഒരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ട്. അന്നേരം അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ നീ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല. നിന്നെ വിട്ട് ഗൗരിമോൾ പോകുമെന്ന് ഭയമാണോ നിനക്ക്? നിന്റെ മകളല്ലേ അവൾ, അവൾക്കെങ്ങനെ നിന്നെ ഒഴിവാക്കി പോവാൻ കഴിയും? പക്ഷേ അമ്മ പറഞ്ഞത് തരുണിനോട് എന്നാണ് ഞാൻ സത്യം പറയാ? ഇനിയിപ്പോൾ തരുണ് പറഞ്ഞാലും അത് വിശ്വസിക്കണമെന്നില്ലല്ലോ. ഹോസ്പിറ്റൽ രേഖയിൽ പോലും തരുണിൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല, വേദിയുടെ കുഞ്ഞ് മരിച്ചു പോയത്. അങ്ങനെ ഈ അമ്മയ്ക്കും എനിക്കും മാത്രമേ ആ സത്യം അറിയൂ. വേദനയോടെ പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനും എല്ലാത്തിനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അന്നേരം വിക്രമിൻ്റെ പാട്ടിന് വിടാനാ അച്ഛൻ പറഞ്ഞത്. അതിലെനിക്കെന്തോ മനപ്പൊരുത്തമില്ല. എന്തുകൊണ്ടാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? വിക്രമിനെ പുറത്തിറക്കാനും എല്ലാത്തിനും ഉത്സാഹിച്ച അച്ഛന് പെട്ടെന്നെന്താ ഒരു മനമാറ്റം? വിക്രമിന് എന്താ സംഭവിച്ചത് എന്നൊക്കെ അവൾ ആദിയോടെ അമ്മയോട് ചോദിക്കുമ്പോൾ, ഏതൊരച്ഛനും നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ മോളെ ഇതൊക്കെ പറയുള്ളൂ. ചിലപ്പോൾ നിന്റെ നല്ല നന്മ കരുതിയാവും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ വേദിയുടെ അച്ഛനോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതൊന്നും അമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് ശങ്കരനാരായണൻ അക്ഷരം പ്രതി അനുസരിച്ചു. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വേദിയെ പഴയ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കമല്ല. അവരുടെ മനസ്സിലാണെങ്കിലോ വേദ ഗൗരിമോളുടെയും തരുണിൻ്റെയും അവരുടെ കൂടെ തന്നെ അവൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമായിരുന്നു. ഗൗരിയെ മോളുടെ അമ്മയായി തരുണിൻ്റെ ഭാര്യയായിട്ട് അവൾ എന്നും കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ തരുണിൻ്റെ മനസ്സ് വേദനിക്കില്ല. കുറേ കാലം ഇങ്ങനെ തൻ്റെ മകനെ സന്തോഷത്തോടെ കാണാൻ കഴിയും എന്ന് തന്നെയാട്ടോ അവരുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അവരുടെ മനസ്സിലെ ആഗ്രഹമൊന്നും വേദ അറിയുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് തൻ്റെ ജീവിതത്തെ വിക്രമം കണ്ടുമുട്ടാനുള്ള അതിനിടയിൽ ഒരുപാട് കളിക്കുന്നുണ്ട് അമ്മ എന്ന് വേദ തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പണിയാണ് വിക്രം ഗൗരിമോളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വേദയും തരുണും മോളോട് യാത്ര പറഞ്ഞ് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ രാവിലെ വിക്രം എത്തുന്നുണ്ട് കേട്ടോ. മോളെ സ്കൂൾ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ വിക്രം എത്തുന്നുണ്ട്. അങ്ങനെ വിക്രം ആ വീടും പരിസരമെല്ലാം കാണുന്നുണ്ട്. വിക്രമിനെ കണ്ടതും അമ്മ തരുൺ പറഞ്ഞ വിക്രമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് വിക്രം പറയാണ്. മോളെ സ്കൂൾ ബസ് വരാനായി, എന്തായാലും ഇനി മുതൽ ഈ കാറിൽ കൊണ്ടുവിട്ടാൽ മതിയെന്നാ തരുണിൻ്റെ ഓർഡർ. അതുപോലെ ചെയ്യാം. അങ്ങനെ ഗൗരിമോൾ ഓടി വരുന്നുണ്ട്. ഗൗരിമോളെ കണ്ടപ്പോൾ സ്വന്തം അച്ഛനും മകളും മുഖാമുഖം കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിക്രമിൻ്റെ മനസ്സിൽ എന്തോ ഒരു
ഇത് തൻ്റെ പ്രിയപ്പെട്ട ആരോ ആണ് എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ ഗൗരിമോള് ഓടി വരാം. ആ ഗൗരിമോളെ, അങ്കിളെ എന്ന് വിളിച്ച് രണ്ടുപേരും നല്ല കൂട്ടാവുണ്ട്. നമുക്ക് സ്കൂൾ പോയാലോ? അങ്ങനെ സ്കൂളിലൊക്കെ പോവാന്നുണ്ട് കേട്ടോ. സ്കൂൾ കൊണ്ടുവിട്ട് വിക്രം വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് വിക്രമിൻ്റെ താമസം. അങ്ങനെ ഗൗരിമോളായിട്ട് പുറത്തു പോകും. ഗൗരിമോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വീക്കെൻഡിലൊരിക്കൽ വേദയും തരുണും കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയം ഗൗരിമോൾ ഇങ്ങനെ വിക്രമിൻ്റെ അടുത്ത് പറയും, ഇന്നേ എൻ്റെ ആത്മയും അച്ഛനും നാട്ടിൽ വരികയാണ്. ആണോ മോളെ? അപ്പോൾ മോൾക്ക് നല്ല ഹാപ്പിയാണല്ലോ. അതെ, എനിക്ക് നല്ല ഹാപ്പിയാണ്. ആ മോളുടെ അച്ഛൻ്റെ പേരെന്താ? തരുണ്. അമ്മയുടെ പേരോ? വേദ. അത് കേട്ടതും വിക്രം ഇങ്ങനെ തൻ്റെ വേതാളത്തെ ഓർത്തു പോവാട്ടോ. ആ പിന്നെ വിക്രമാദിത്യൻ രാജാവിനെ കുറിച്ച് എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് കഥയാ പറഞ്ഞു തന്നിട്ടുള്ളത്? വേതാളത്തിൻ്റെയും വിക്രമാദിത്യൻ്റെയും ഒരു കഥ ആ കുഞ്ഞിന് വേദ പറഞ്ഞു കൊടുത്തത്. ഗൗരി മോള് വിക്രമിനോട് പറയുന്നുണ്ട്, ഞാനൊരു കഥ പറയാം. അങ്ങനെ വിക്രം ആദ്യം ഒരു കഥ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വേതാളത്തിൻ്റെയും അതുപോലെ വിക്രമാദിത്യൻ്റെയും കഥയാണ്. ഇത് കേട്ടതും എനിക്ക് സ്കൂളിൽ നിന്ന് നല്ല സ്റ്റാറായിരുന്നു ഞാൻ. എൻ്റെ കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കഥ കേട്ട വിക്രമിന് തൻ്റെ ജീവിതവുമായിട്ട് സൗമ്യമുണ്ടല്ലോ ഈ കഥക്കെന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ ഗൗരിമോളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോൾക്കാരാ ഈ കഥ പഠിപ്പിച്ചെന്ന്? എൻ്റെ അമ്മയാണ്. ആ അമ്മയാണോ? ആ എന്തായാലും മോളുടെ അമ്മ ഇന്ന് വരെയല്ലോ, അപ്പം മോൾക്ക് അമ്മയെ കാണാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ അമ്മയോട് യാത്ര പറഞ്ഞ് വീക്കെൻഡിൽ തരുണും വേദിയും വരുന്നത് കാത്തു നിൽക്കാതെ തന്നെ വിക്രം അങ്ങ് പോകുന്നുണ്ട്. സുധാകരൻ മാഷാണെങ്കിലോ എന്നോട് ഈ വീട്ടിൽക്കാരെക്കുറിച്ചും ആ മോളെക്കുറിച്ചൊക്കെ വിക്രം പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ സുധാകരൻ മാഷിനും ആ മോളെ കാണാൻ വലിയ ആഗ്രഹം തോന്നുന്നുണ്ട്. എന്തായാലും ആ മോളുടെ ജീവന് ഭീഷണി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി അങ്ങനെയാണ്. അമ്മ കലക്ടർ, അച്ഛനാണെങ്കിലോ പോലീസ് ഓഫീസർ. അപ്പോൾ അവർക്ക് എന്തായാലും ശത്രുക്കൾ ഉണ്ടാവില്ലേ? എന്നാലും മോനെ നീ സൂക്ഷിക്കണം. ഗൗരിമോൾക്ക് ഒരാപത്തും വരരുത്. നീ പറഞ്ഞ് അവളിപ്പോൾ എൻ്റെ ആരൊക്കെയോ ആണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടെന്ന് പറയാണ്. അങ്ങനെ വീണ്ടും വേദയും തരുണും കൂടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഗൗരിമോൾ അച്ഛനെയും അമ്മയും കണ്ടതും ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കാട്ടോ. മോളുടെ പുതിയ ബോഡി ഗാർഡ് എങ്ങനെയുണ്ട്? ബോഡി ഗാർഡെങ്കിൽ സൂപ്പർ അല്ലേ? എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തന്നു. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരിമോള് അമ്മയ്ക്കരികിലേക്ക് ചെല്ലാണ്. അങ്ങനെ വേദിയും തരുണെല്ലാം ഫ്രഷായി വരുന്നുണ്ട്. വേദ റൂമിലിരിക്കുമ്പോൾ ഗൗരിമോൾ അവളോട് ഓരോ വിശേഷങ്ങൾ പറയണേ. പിന്നെ എന്നെ ബോഡി ഗാർഡായി വന്ന ആളുടെ പേരെന്തെന്ന് അമ്മക്കറിയാമോ? വിക്രമാദിത്യൻ. അത് കേട്ടതും വേദയ്ക്ക് വിക്രമിന് ഓർമ്മ വന്ന്. എന്നിട്ട് എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തന്ന്, വേതാളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു എന്ന് വിക്രം പറയുമ്പോൾ ഗൗരിമോൾ പറയുമ്പോൾ വേദ ഇങ്ങനെ സംശയിച്ച് നോക്കുകയാണ് കേട്ടോ. വന്നതൊരിക്കലും വിക്രം ആവില്ല, അവൻ ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് വരില്ല, അത് ഇത്രയും ദൂരം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് വേദ. അങ്ങനെ അവർ പിറ്റേന്ന് മൺഡേ എല്ലാവരും അന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കണം. എന്തായാലും വിക്രമിനെ കാണാം എന്നൊരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ. ആ സമയം വേദയാണെങ്കിലോ പുറത്തേക്ക് വരുന്ന സമയത്താണ് വിക്രമ മോളെ സ്കൂൾ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. വിക്രമ വേദിയും പരസ്പരം ആ സമയത്ത് കാണുന്നില്ല. അങ്ങനെ വേദിയും തരുണും തിരിച്ചു പോയിട്ടുണ്ടാവില്ല. തിങ്കളാഴ്ച ആകുമ്പോൾ വിക്രം അവിടേക്ക് പതിവ് പോലെ വരുന്നുണ്ട്. മോളെ സ്കൂൾ കൊണ്ടുപോകണം. ഇനി ഒരാഴ്ച ഗൗരിമോളുടെ കൂടെ ആയിരിക്കും അവന്. അങ്ങനെ മോളെ റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരിമോളുടെ അടുക്കൽ വന്ന അങ്കിൾ എന്ന് വിളിച്ച് അവൾ ഓടി വരുന്നുണ്ട്. എന്താ മോളുടെ അച്ഛനും അമ്മയും തിരിച്ചു പോയാ? ഇല്ല, അവരിന്ന് വൈകുന്നേരം പോവുള്ളൂ. അങ്ങനെയാണോ? അപ്പോൾ ഈ അങ്കിൾ വരേണ്ടായിരുന്നു അല്ലേ? മോൾക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ കറങ്ങാൻ പോവാണ്ടോ? അങ്ങനെയൊന്നുമില്ല, സ്കൂളിൽ പോകണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് തരുണിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. റെഡിയായല്ലോ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗരിമോളെ ഒക്കെ എടുത്തെടുക്കാം കേട്ടോ. ആ സമയം തന്നെ വേദ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വേദയ്ക്ക് വിക്രമിൻ്റെ ശബ്ദം പോലെയൊക്കെ തോന്നിയിട്ട് വിക്രം ആ സമയത്ത് അവിടേക്ക് വരാട്ടോ. അങ്ങനെ മോളെയും കയ്യിലെടുത്തോണ്ട് നിൽക്കുന്ന ഒരു ഗൗരിമോളെ കയ്യിലെടുത്തോണ്ട് ഇവിടെ തിരിഞ്ഞതും വേദയെ കൺമുമ്പിൽ കണ്ടതും നെട്ടിലോടെ പരസ്പരം നോക്കി നിൽക്കാണ്. വേദക്കും ആശ്ചര്യമായിരുന്നു. ഒരിക്കലും കരുതിയില്ല ഗൗരിമോളുടെ ബോഡി ഗാർഡായി വന്ന ആൾ വിക്രമെന്ന തൻ്റെ ഭർത്താവാണ്, തൻ്റെ ഗൗരിമോളുടെ അച്ഛനാണെന്ന്. വേദയെ നെട്ടിലോടെ നോക്കി നിൽക്കുക. അമ്മേ എന്ന് ഗൗരിമോൾ വിളിക്കുന്നുണ്ട്. ആ സമയം ആകെ തെറ്റിദ്ധരിക്കപ്പെടാണ് കേട്ടോ വേദ.
ഗൗരിമോളുടെ അമ്മ തരുണ് അച്ഛനെ അവർ വിവാഹം കഴിച്ചോ, ഈ 5 വർഷം കൊണ്ട് തന്നെ അവൾ എന്നെ മറന്നു കളഞ്ഞോ, അവൾക്ക് എന്ത് പറ്റി എന്ന് വിക്രമാകെ നിൽക്കാൻ നെട്ടലോടെ അച്ഛനും മകളും ഒരുമിച്ച് നിൽക്കുന്ന കണ്ട വേദക്ക് സന്തോഷവും അതിലുപരി വല്ലാതെ സങ്കടവും അനുഭവപ്പെടുകയാണ്. ആ സമയം വിക്രം എന്ന് വിളിച്ച് വേദ അടുത്തേക്ക് വരുന്നുണ്ട്. ഗൗരിമോള് അമ്മയ്ക്ക് വിക്രമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാ എൻ്റെ അമ്മ വേദ എന്ന് പറയുന്നുണ്ട്. വലിയ കളക്ടറാ എന്നൊക്കെ മോള് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വിക്രം വേദയെ തന്നെ കണ്ണു നിറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയം വാ മോളെ സ്കൂളിൽ പോകാൻ സമയമായി പറഞ്ഞ് ഗൗരിമോളെ കൊണ്ടുപോകുമ്പോൾ വേദ വിക്രം എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം തിരിഞ്ഞു നോക്കുന്നില്ല. ആ സമയം വിക്രമിൻ്റെ ഉള്ളിൽ ചുട്ടു പഴുക്കായിരുന്നു. എങ്ങനെ സംഭവിച്ചു? ഗൗരിമോള് വേദയുടെ മകളാണെങ്കിൽ തരുണവളുടെ അച്ഛനാണെങ്കിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഞാൻ ജയിലിൽ പോയ സമയത്ത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? എത്ര ആലോചിച്ചിട്ടും വിക്രമിന് അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ വേദയാണെങ്കിലോ വിക്രമിനോട് സംസാരിക്കാൻ വരുമ്പോഴെല്ലാം വിക്രം ഒഴിഞ്ഞു മാറാണ്. സങ്കടത്തോടെയാണ് പിന്നീട് വേദ തിരികെ പോകുന്നത്. തൻ്റെ വീട്ടിൽ തൻ്റെ മോളുടെ കൂടെ അവളുടെ അച്ഛനുണ്ട്. ആ ഒരു ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. വേദ എന്താണ് സംഭവിച്ചത്? വിക്രം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന കാര്യം അവൾക്ക് ബോധ്യമാവുന്നുണ്ട്. അച്ഛനെ കാണണം. അങ്ങനെ വേദയോട് തിരിച്ച് ഇല്ലേ എന്ന് തരുൺ ചോദിക്കുമ്പോൾ വരാമെന്നും അവൾ പറയാട്ടോ. അങ്ങനെ അവൾ പോയി അവിടുന്ന് ശങ്കരനാരായണനെ വിളിക്കുക. മോളെ എന്താ മോളെ വിക്രമിനെ കുറിച്ച് അച്ഛനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്താ അച്ഛാ എന്തങ്ങനെ ചോദിക്കുന്നത്? അതിനി ശരിയല്ലല്ലോ മോളെ എന്ന് എന്ത് ശരിയല്ലെന്ന്? വിക്രമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് വേദ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരിക്കൽ നിന്നെ വിളിച്ചിരുന്നു. വിക്രമൻ ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന കാര്യം പറയാനായിട്ട്. അന്നേരത്ത് അവിടുന്ന് മറ്റാരാണ് ഫോൺ എടുത്തത്? നീയും തരുണും ഭാര്യ ഭർത്താവാണെന്നും നിങ്ങളുടെ മകളാണ് ഗൗരിയെന്നും എന്നാ എന്നോട് പറഞ്ഞത്. നിന്റെ മകൾ മരിച്ചുപോയെന്ന്. അച്ഛ ആരങ്ങനെ പറഞ്ഞത്? ഒരു സ്ത്രീയാണ്. ആ സമയം വേദക്ക് അമ്മയുടെ ചതി മനസ്സിലാവാണ്. തന്നെ തൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി തരുണിൻ്റെ ഭാര്യയാക്കാനാണ് അമ്മയുടെ ശ്രമമെന്ന് വേദ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അമ്മയുടെ ആഗ്രഹം നടക്കില്ല. ഒടുവിൽ ഗൗരിമോൾ തന്നെ പ്രസവിച്ച മകളാണെന്നും തരുണിൻ്റെ യഥാർത്ഥ കുഞ്ഞ് മരിച്ചുപോയെന്നെല്ലാം അച്ഛനെ അവൾ ധരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് എങ്ങനെ കയറാമെന്ന് എത്ര ആലോചിച്ചിട്ടും ശങ്കരനാരായണനും വേദയ്ക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ വേദയും വിക്രമും പരസ്പരം കാണുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇനി അടുത്തതിന് ഗൗരിമോൾ സ്വന്തം അച്ഛനാണ് തൻ്റെ ബോഡി ഗാർഡായിട്ട് വന്ന അങ്കിൾ എന്ന് തിരിച്ചറിയുന്ന ആ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.